സഹോദരങ്ങളെ കൊലപ്പെടുത്തിയ സഹോദരങ്ങളെ കാണാൻ പറ്റും. സ്വന്തം മക്കളെ കൊലപ്പെടുത്തിയ അച്ഛന്മാരെയും അമ്മമാരെയും കാണാൻ പറ്റും. ഇന്നത്തെ കാലഘട്ടം വളരെ മോശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഞാൻ ചെറിയൊരു കഥയിലൂടെ തുടങ്ങാം. കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ അല്ലേ? പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരു കഥയുണ്ട്. അദ്ദേഹത്തിനൊരു സദസ്സ്, ഒരു രാജാവായിരുന്നു, ഖലീഫയായിരുന്നു. അദ്ദേഹം സദസ്സിൽ ഇതുപോലെ അനുയായികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് 3 തെറ്റുകളെക്കുറിച്ച് പറയാം. അതിൽ ഏറ്റവും ചെറിയ തെറ്റ് ഏതാണെന്ന് പറയുകയോ ചോദിച്ചു. തെറ്റുകൾ. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ ആരും ആ തെറ്റ് ചെയ്യരുത്. എന്നിട്ട് അദ്ദേഹം ആ തെറ്റുകൾ പറഞ്ഞു. ഒന്നാമത്തെ തെറ്റ്, ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുന്ന തെറ്റ് നിങ്ങൾ ചെയ്യരുത്. ഇനി 3 ചെറിയ തെറ്റ് പറയാൻ മതി. മനുഷ്യനെ കൊലപ്പെടുത്തുക, ഒരു സ്ത്രീയെ നശിപ്പിക്കുക, ലഹരി മരുന്ന് ഉപയോഗിക്കുക. അങ്ങനെ 3 തെറ്റുകളെക്കുറിച്ച് ചോദിച്ചു. ഇതിൽ ഏറ്റവും ചെറിയ തെറ്റേതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മക്കളുടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഈ കഥ വായിച്ചപ്പോൾ എനിക്കും തോന്നി, ഇതിൽ ചെറിയ തെറ്റേതായിരിക്കും? ലഹരിയായിരിക്കും അല്ലേ? കാരണം ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുന്നത് വലിയ തെറ്റല്ലേ? യെസ്. ഒരു സ്ത്രീയെ നശിപ്പിക്കുക, അതും വലിയ തെറ്റാണ്. ലഹരി ഉപയോഗിക്കുന്നത് ചെറിയ തെറ്റ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അവിടെയുള്ള നിങ്ങളെപ്പോലുള്ള എല്ലാ ആളുകളും പറഞ്ഞു, ലഹരി ഉപയോഗിക്കുന്നതല്ലേ ചെറിയ തെറ്റ്. അപ്പോൾ പ്രവാചകൻ തിരിച്ചു പറഞ്ഞു, ലഹരി ഉപയോഗിച്ചാൽ ഒരു മനുഷ്യനെ കൊല്ലുകയും ചെയ്യും, ഒരു സ്ത്രീയെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും വലിയ തെറ്റ് നമുക്കിടയിൽ എന്താണ്? ലഹരി ഉപയോഗമാണ്. എൻ്റെ മക്കൾ സ്കൂളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളെല്ലാ വാഹനങ്ങളിലാണോ വരുന്നത്? അതെ. നടന്നു വരുന്ന കുട്ടികളുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് നിങ്ങൾ നടന്നു പോകാറുണ്ടോ? ഉണ്ടാകാം. ഞാനൊരു ചെറിയൊരു സംഭവം പറയാം. നടന്നൊരു സംഭവം. ഒരു ദിവസം ഞാൻ പാലക്കാട് ടൗൺ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു. എന്താ ഫോൺ കോൾ അറിയോ? ജില്ലാ ആശുപത്രി, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. സാർ, എത്രയും പെട്ടെന്ന് വരണം, ഒരു 7th പഠിക്കുന്ന പയ്യനെ പരിക്കോട് കൂടി ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സാർ എത്രയും പെട്ടെന്ന് വരണം പറഞ്ഞു. ഞങ്ങൾ പോയി. ഞങ്ങളൊരു ടീം ആ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ നിങ്ങളെപ്പോലെ ഒരു പയ്യൻ, 7th പഠിക്കുന്ന ഒരു പയ്യൻ, മുഖത്തും കയ്യും കാലിലെല്ലാം പരിക്കോട് കൂടി അഡ്മിറ്റാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളും എൻ്റെ അടുത്ത് ആ പയ്യൻ്റെ അടുത്ത് പോയപ്പോൾ നിങ്ങളും പെട്ടെന്ന് യൂണിഫോം ഇട്ട് കണ്ടാൽ പേടിക്കില്ലേ? അതുപോലെ അവനെ പേടിച്ചു. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട. എൻ്റെ കുട്ടി പറഞ്ഞു, എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ ആ മകൻ പറഞ്ഞു, സാർ, എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ്. ഞാൻ പറയുന്നില്ല, സ്ഥലം പറയുന്നില്ല. ഇന്ന സ്ഥലത്തൊരു വീട്, എൻ്റെ സ്കൂളിനും വീടിനും ഇടയ്ക്ക് 300 മീറ്റർ ഡിസ്റ്റൻസ്. ഞാൻ ഡെയിലി സ്കൂളിലേക്ക് നടന്നു പോകും. അല്ലേ? തൂഫാൻ പറഞ്ഞറിയോ? കൊടുക്കാറ്റ്. ലഹരി നമ്മുടെ സ്കൂളിനകത്ത് കയറിയാൽ നമ്മൾ കൊടുക്കാറ്റ് അല്ലേ പഠിച്ച് പുറത്തേക്ക് കിടപ്പിക്കണം. അതാ ഉദ്ദേശം. അത് നമുക്ക് ഗോളടിച്ച് തുടങ്ങല്ലേ അല്ലേ? ലഹരിക്കെതിരെ തൂഫാൻ ഗോൾ. നമ്മുടെ ലഹരി എന്ന് പറയുന്നത് നല്ല കളികളായിരിക്കണം. അതുദ്ദേശിച്ചാണ് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയത്. കളിക്കുക, പഠിക്കുക, കുടുംബമാണ്.